അപ്പോൾ കമോൺ, ഇന്ന് നമുക്ക് എൻ്റെ സെക്കൻഡ് ജേണൽ ബുക്കിലെ ലാസ്റ്റ് പേജ് ചെയ്യാം കേട്ടോ. ഇത്ര പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളും എന്തായാലും ജേണലൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അതൊരു ഗുഡ് ഹാബിറ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ സ്ട്രെസ് റിലീഫിനും അതേപോലെ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഓരോരോ തോട്ട്സൊക്കെ ഇതിനകത്ത് എഴുതി വെക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ മൈൻഡൊക്കെ നല്ല ഫ്രീ ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരുപാട് സ്ട്രെസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ സമയമുള്ളവരൊക്കെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ സ്ട്രെസ് റിലീഫിന് മാത്രമല്ല, നമ്മുടെ ഓരോരോ ക്രിയേറ്റിവിറ്റീസൊക്കെ യൂസ് ചെയ്തിട്ട് ആർട്ട് ജേർണലും ചെയ്യാം. ആർട്ട് ജേർണൽ മീൻസ് നമ്മുടെ ക്രിയേറ്റിവിറ്റീസൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് റൈറ്റിങ്സ് ഒന്നും ഇല്ലാതെ കുറേ ഒട്ടിച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ ജേർണലൊക്കെ. അപ്പോൾ പറഞ്ഞു വന്ന് നമ്മുടെ ജേർണൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു ജേർണൽ ബുക്കിൻ്റെ ഇത് ലാസ്റ്റ് പേജ് ആയതുകൊണ്ട് തന്നെ കുറച്ചടിപൊളിയാക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ചെയ്ത് വന്നപ്പോൾ ഭയങ്കര സിമ്പിളായിപ്പോയി. സത്യം പറഞ്ഞത് സിമ്പിളാക്കിയതാണ്, കാരണം കുറച്ച് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഴുതണമല്ലോ, അതിനുള്ള സ്പേസ് വേണമല്ലോ, അതുകൊണ്ട് ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ദിസ് ഈസ് മൈ ലാസ്റ്റ് പേജ് ഓഫ് ദിസ് ജേർണൽ എന്നൊക്കെ എഴുതിയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ അവിടെ ഇവിടേക്ക് ആയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുത്തു അവിടെ ഇവിടേക്ക് ആയിട്ട്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഒട്ടിച്ചില്ല കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ജേർണലല്ലേ, അപ്പോൾ ഒരുപാട് എഴുതാനുണ്ടാവും. നമ്മൾ ഇത്രയും നാളും ജേർണൽ ചെയ്താൽ, അതായത് ഈ ഒരു ബുക്കിൽ ജേർണൽ ചെയ്താൽ ജേണി എഴുതാനുണ്ടാവുമല്ലോ, അപ്പോൾ ആ ജേണിയൊക്കെ എഴുതിയിട്ടുള്ള ഒരു പേജാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇത്രയും നാളത്തെ ജേണൽ എക്സ്പീരിയൻസ് ഞാൻ ഇതിനകത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ജേണലിൻ്റെ ജേണിയും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എഴുതി കൊടുത്തത്. പിന്നെ എൻ്റെ എല്ലാ ജേണലിനകത്തും ഇതുപോലെ സൈൻ ഇട്ട് വയ്ക്കാറുണ്ട്, ചുമ്മാ ഒരു രസം. പക്ഷേ വീഡിയോസിൽ കാണിക്കാൻ മിക്കപ്പോഴും മറന്നു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ജേണൽ ഇഷ്ടപ്പെടുമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. ബൈ.